വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ ഇന്നൊരു ഓഫ് ഡേ ആണ്. എനിക്ക് ഈ ഓഫ് ഡേ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം ഒട്ടിപ്പാണ് ഗൈസ്. മതിയാവോ പറയണേ. ചൂടത്ത് ചൂടുവെള്ളം. അപ്പം ഗൈസ്, ഇന്ന് 3-ാം തീയതിയാണ് ഗൈസ്. മന്ത് സ്റ്റാർട്ടിങ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. അതായത് എല്ലാ മാസവും നമുക്ക് മീറ്റിംഗ് വെക്കാറുണ്ട്. നമ്മുടെ ഈ കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ടാർഗറ്റ് അച്ചീവ് ആയതും അങ്ങനെയൊക്കെ പറ്റിയൊക്കെ സംസാരിക്കാനുള്ള മീറ്റിംഗ് നമുക്ക് എല്ലാ മാസവും വരുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്കൊരു ഫിക്സഡ് ഓഫ് ഡേ ആണ്. ഞങ്ങൾക്കതൊരു വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ ടീമിൽ ഓരോരുത്തർക്കും ഓരോ ഡേ ഓഫാണ്. സാറ്റർഡേ, സൺഡേ, മൺഡേ നമുക്ക് ഓഫില്ല. ഓഫ് തരൂല. വാ. സാറ്റർഡേ, മൺഡേ, സൺഡേ നമുക്ക് ഓഫ് തരൂല. പിന്നെ അതിന് ശേഷമുള്ളതിന് നമുക്ക് ഓഫ് എടുക്കാം. അപ്പം എനിക്ക് എന്റെ ഓഫ് തന്നേക്കണ വ്യാഴാഴ്ചയാണ്. അപ്പം എന്റെ നല്ല സമയം കൊണ്ട് എല്ലാ വ്യാഴാഴ്ച, അതായത് കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിലും എനിക്ക് വ്യാഴാഴ്ചയാണ് മീറ്റിംഗ് വന്നത്. എന്റെ ഓഫ് തന്നു. ഈ മീറ്റിങ്ങിലും ഇന്നും വ്യാഴാഴ്ചയാണ് ഓഫിന്റെ മീറ്റിംഗ് വന്നേക്കുന്നത്. ഭയങ്കര ശോകമാണ്. രാവിലത്തെ അയ്യോ മടിയിരിക്കല്ലേ കുഞ്ഞക്ക് വയ്യ ദശ. അമ്മച്ചിയേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ദക്ഷ? അപ്പൊ ഗൈസ്, ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു. എന്റെ പൊന്ന് ഗൈസ്, ഈ വെയിൽ എന്താണ് ഇങ്ങനെ നടന്നത് ഗൈസ്? നമ്മൾ മീറ്റിംഗ് ഇരുന്നപ്പോ ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര വെയിലായിരുന്നു. പറഞ്ഞ വഴിയിൽ ഭയങ്കര ചൂടെന്ന് പറഞ്ഞ ദേഹമൊക്കെ അതാ പുള്ളി. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ടാൻ മാറ്റിക്കൊണ്ട് വരെയായിരുന്നു ഗൈസ്. ഗ്ലൗസ് ഒക്കെ ഇട്ടത് ഞാൻ ഫുൾ കൈ ടോപ്പ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ടാണ് ഞാൻ ഇത് ഗ്ലൗസ് ഇട്ടില്ല. അപ്പം ഭയങ്കരമായിട്ട് ടാനായി. പിന്നെയും അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. ഇവിടെ വന്ന് വീട്ടിൽ കയറി. ഒന്നും കഴിച്ചില്ല ഗൈസ്. വിശപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പയറ് വയ്യ ഗൈസ്. ശോകമാണ്. അപ്പം എല്ലാം കൂടെ കൊണ്ട് ശോകമാണ് ഗൈസ്. ദക്ഷ ഇന്ന് വീട്ടിൽ വന്നതേ ഉള്ളൂ. ദക്ഷയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ അല്ലേ ദക്ഷ? എന്താ എത്ര ദിവസം പനി ഉണ്ടായിരുന്നു? 5 മണിയാ? ഒരു മിനിറ്റ്, ചൂടെടുക്കട്ടെ കുറച്ച്. വീട്ടിൽ എന്ത് ഗ്യാസിയാ ഉള്ളത്? പക്ഷെ പല്ലുണ്ടോ ഗൈസ്? പക്ഷെ ഈ പല്ലില്ല, അതാണ് വേറൊരു വിഷയം. പിന്നെ പല്ല് വേണ്ട 4 പയ്യന്മാരങ്ങനെ നോക്കും നിന്നെ. നിനക്ക് ലൈനുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് ആര്? സ്കൂളില്, കോളേജില്, നഴ്സറിയില്ല? ഇഷ്ടമുള്ള ആരുണ്ട്? കുഞ്ചാമ്പ് കുറച്ച് യൂത്തല്ലേ, അതുകൊണ്ടാ. പറ, അതൊക്കെ അവിടെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട് നിന്റെ നഴ്സറിയില്, ഡേ കെയറില്? സിദ്ദിഖ് അതാര്? ശ്രീബുദ്ധനാ? പിന്നെ ആദവാര്? ആദവാള് പഠിക്കുന്നത്. എവിടെ അത്രയും കുഞ്ഞു പൊട്ട്? നല്ല ചൂടല്ലേ ദക്ഷ? ഫാനിട്ടാ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. സാധാരണ ഫാൻ ഇടാം. പിന്നെന്താണ് പറയുമോളെ? ഇവിടുത്തെ കാവിൽ ഉത്സവം എന്തോ ഒരു ദിവസത്തെ എന്തോ വാർഷികം എന്തോ ആണെന്നാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നേ? അപ്പൊ ഇന്ന് ഉത്സവമാണ് കഴിച്ചത്. അപ്പൊ ഉത്സവത്തിനൊക്കെ ആയിട്ട് കോവിലൊക്കെ പോവാന്ന് കഴിച്ചത് കഴിച്ചത്. അപ്പൊ നടക്കണില്ല. പിന്നെ രാവിലെ കാപ്പി കുടിച്ചാ? രാവിലെ കാപ്പി കുടിച്ചാ? എന്തേ കാപ്പി? ദോശയും ചമ്മന്തിയാ? ഞാൻ ഒന്നും കഴിച്ചില്ല ദശ. പണിയെടുക്കാൻ വയ്യ.
പണിയല്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ. ഉണ്ടാക്കാൻ അറിയില്ല, അത് വേറൊരു വിഷയം. ബട്ട് യൂട്യൂബിൽ നോക്കി ഞാൻ ഉണ്ടാക്കാറുണ്ട്. നൂഡിൽസാ ഇവിടെ വെച്ചിക്ക നൂഡിൽസ്. നമ്മളെ TV കാണും നമ്മളെ. എന്റെ ബാഗിനകത്ത് ഒരു പാത്രം എടുത്തുണ്ടോ? എന്റെ ബാഗിനകത്ത് ഒരു പാത്രം എടുത്തു. ഓ പിടിക്കില്ല. നീ ഒരു കസാര എടുത്തോണ്ട് ദശ. കുഞ്ഞി കാല് പയ്യ മക്കളെ, വയറ് പയ്യണ കണ്ണ. ഞാൻ തന്നെ ജയിക്കും. ഞാൻ ജയിക്കും. ചാക്ക് തിന്നാമോ? ചാക്ക് തിന്നാമോ? തൊണ്ടയിരിക്കും. മീൻ പൊരിച്ചതും പുളിശ്ശേരി അമ്മ മീൻസ് ഒഴിച്ചുവിടണ. പുളിശ്ശേരി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കൊള്ളായിരുന്നു. അമ്മ എന്താ അറിയുന്നത്? ചക്കക്കുരു. രക്ഷയിലുള്ള ചക്കക്കുരു. ഓടി അമ്മ എന്തിനമ്മ സീരിയൽ ഇവിടെ ഇട്ട് അവിടെ പോയിരിക്കുന്നത്? വേണ്ട, ഞാൻ വരാം. ഒരു മണിയായിട്ടേ ഉള്ളു ഗൈസ്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോ മുട്ട മെയിലായിരുന്നു ഗൈസ്. ഇപ്പൊ ഇവിടെ മുട്ട മെയിലായിരുന്നു. ജനാല കണ്ടോ? ഇതുപോലെ ആർക്കും ജനാല ഉണ്ടാവും ചിലവർക്ക്. നമ്മളവിടെ ആദ്യമായിട്ട് കണിക്കൊന്ന പൂത്ത് കേട്ടോ. കണിക്കൊന്ന പൂത്തു ദിശ. പൂത്തു പറ. യെസ്. നല്ല മഴ പറഞ്ഞു. നല്ല മഴ ഗൈസ്. ഇതെല്ലാം സീൻ മഴ. എന്താ സമ്മതിക്കൂല. ആഹാ ആഹാ ആഹാ. അന്തർദശ ഇത് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇതെന്തൊരു കളിക്കും? നീ കഞ്ഞിയും കറിയും കളിക്കോ? ഇത് ചോറ് വെച്ചിട്ട് ഇത് ചോറ് വെക്കും, കറി വെക്കും, പായസം വെക്കും. പായസോ? ഇത് എനിക്ക് വേണം കഞ്ഞിയും കറിയും കളിക്കാൻ. എനിക്ക് വേണം. എനിക്ക് വേണം. അയ്യോ എനിക്ക് വേണം. എനിക്ക് വേണം. ഞാൻ തരൂല. ഓർമ്മയുള്ള എനിക്ക് വേണം. സോറി കുട്ടികളെ, ഞാൻ മെഷർമെന്റ് കുപ്പി ഫസ്റ്റ് ആയിട്ട് തുടങ്ങി കൊടുക്കണം ഇതിലാണ് ഗൈസ്. പക്ഷെ ഇതിപ്പോ പോയി എല്ലാം തൊലച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. കിളവിയല്ല, ഞാൻ തന്നെയാണ്. അയ്യോ തുറക്കാൻ വയ്യ. ഗൈസ് സാധനങ്ങളൊക്കെ പോയി. എന്തര് മഴക്കോൾ വരുന്നത് കണ്ടോ ഗൈസ്? ചെരുപ്പിട്ട ദക്ഷ, ചെരുപ്പിടാൻ നീ വെളി ഇറങ്ങല്ലേ? ഓ Oh my god.
കാറ്റല്ലേ ദക്ഷ? വണ്ടി 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 എന്തൊരു കാണാതിരിക്കുന്നു. പതിയെ പോണ്ടേ? എന്നെ കാലിടിച്ച്. ഇനി വരുന്നേ ഇനി വന്നെ ഉണ്ടാ. ഹായ്, നല്ല കാറ്റ്. നല്ല കാര്യം. എനിക്ക് ഭ്രാന്താണ് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഐസ് കണിക്കൊണ്ട് കണ്ടു. അപ്പം ഇപ്രാവശ്യത്തെ വിഷയം നമുക്ക് സൂപ്പർ ആയിട്ട് ആഘോഷിക്കാം കേട്ടോ ഐസ്. നല്ല കണ്ണല്ലേ. ഫോട്ടോ എടുക്കാം. ഈ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴ ആസ്വദിക്കാം ഗൈസ്. ഇങ്ങനെ നിക്കാം. മഴ പെയ്യോ നോക്കാം. മഴ പെയ്യും, ഇപ്പൊ തന്നെ പെയ്യും. എന്തോക്കളെ അറിയോ? അറിയോ? Oh my God. നല്ല കാറ്റ്. കാറ്റ്. വിളിക്കണേ വിളിക്കണ തന്നെ. വളർത്തുന്ന ഹലോ അച്ഛനാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുന്നു. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. വ്ളോഗ് ഡേവിഡ് ദക്ഷ. ഡേവിഡ് ദക്ഷ വ്ളോഗ്. ഇവിടെ ഹെവി ക്ലൈമറ്റ് ആണ്, യു നോ. പക്ഷെ പറ, ഇവിടെ നല്ല ക്ലൈമറ്റ് ആണെന്ന് പറ. അച്ഛൻ പറഞ്ഞ മഴയായിരുന്നു. അച്ഛൻ പറഞ്ഞ മഴയായിരുന്നു. അതപ്പോ ഞാൻ അച്ഛൻ ആണെങ്കിൽ അച്ഛൻ രണ്ടാറോട് ഇങ്ങോട്ട് ഇരിക്കുന്നു. ഓ ചെറുതായിട്ടൊരു കുറവുള്ളൂ. ആ ചോറ് കഴിച്ചില്ല. ചോറിന് എന്തൊരു കൂട്ടാണെന്ന് പറഞ്ഞോട്. ചോറ് തോരൻ, ചോറ്, പൊരിച്ച മീന്, പുളിശ്ശേരി, കീരത്തോരൻ, ഇങ്ങണാമണി പേരയ്ക്ക് കണ്ട ചേർത്ത മാളക്കുഞ്ഞ വിളിക്കണമെന്നില്ല. നീ പറ. നീ വര. നീ പറ, നിനക്ക് അച്ചക്കുഞ്ഞ ഇഷ്ടം മാളക്കുഞ്ഞ ഇഷ്ടം? തന്നെ ഇഷ്ടമല്ലാത്ത? നീ ഒന്നും വാച്ച് ഇഷ്ടം. ഞാൻ ഒന്നും വാച്ച് തന്നെ ഇഷ്ടമല്ല അല്ലേ? അപ്പൊ ഞാൻ വാച്ചത് ഇഷ്ടപ്പെടോ? മാളക്കുഞ്ഞ് എന്തൊക്കെ വാച്ച നിനക്ക്? മാളക്കുഞ്ഞ് അത് ഇപ്പൊ വാച്ചരെന്ന് പറഞ്ഞല്ലേ, എല്ലാ എന്തൊരു വാച്ച നിന്റെ നിനക്കോള്? ഇപ്പൊ എന്നെ ഇഷ്ടമല്ലേ? നീ ഇപ്പൊ എന്റെ വ്ളോഗ് എടുക്കണ്ട പോ. ഒരു പൂച്ച നോക്ക് പക്ഷെ ഒരു പൂച്ച അവിടെ അപ്പിടുന്നു. നിനക്ക് അമ്മാമ ഇഷ്ടമുണ്ടാ? അമ്മാമ ഇഷ്ടമുണ്ടാ? നിനക്ക് മോളി അമ്മാമ ഇഷ്ടമുണ്ടാ? അവിടെ പോയി മോളെ അമ്മാമയാവോ? വിളിക്കണ മാള കുഞ്ഞ. ഓ എന്തരി തുടങ്ങ? തുടങ്ങാം. ഞാൻ ഓഫ് ചെയ്യാൻ പോണു, നിർത്താൻ പോണു. അമ്മയ്ക്കഞ്ചു മക്കളാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പാട്. പഞ്ചാര
മറ്റേ വേറെ പാട്ട് പാടും. വേറെ കണ്ണിലെ കൊണ്ടാണ് കൊച്ചിൻ കുമ്പനാണ് കൊമ്പനാണ് ചീരുന്ന ചീരുന്ന കൊമ്പനാണ് ആനക്കുട്ടനാണ് തീവനാണ് കൊമ്പനാണ്. കൊട്രാ താത്തി കൊട്രാ അങ്ങോട്ട് ഒളിഞ്ഞിരിക്കാ. ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? ഒട്ടിക്കോ അല്ലല്ലേ പരിചയല്ലേ? ഡേ കെയറിലല്ലോ പോണല്ലോ നിന്റെ. പോയി വിശക്കുന്നല്ല ദശ. ദശക്ക് ഇഷ്ടമുള്ള ആഹാരം എന്തിനാണ്? ചോറ്. മയണൈസ് ഇഷ്ടല്ലേ? നിങ്ങൾ എന്റെ ഉടുപ്പിന്റെ കോലം കണ്ടിട്ട് വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഈ കരിയൊക്കെ പക്ഷെ കരിയും ലിപ്സ്റ്റിക് തേച്ച് ആ കളറായി പോയതാണ്. നാച്ചാലും ഈ കളർ ഉണ്ടെന്ന് നരച്ച് പൊരിച്ചു പോയി. നല്ല വിശക്കുന്ന കഴിച്ചു മണി 2 മണിയാ പറയും. ചോറൊക്കെ ഒന്നും എനിക്ക് തിന്നായിരുന്നു. കറണ്ട് പോയിട്ട് വന്നില്ലേ? ഇനി എന്താ കറണ്ട് ഇടാത്തേ? ഞാൻ ഉറങ്ങാൻ പോണ ദശ. ഗുഡ് നൈറ്റ്. എന്റെ അമ്മേ അയ്യോ. നോട്ടക്ക നമ്മള് എന്റെ അമ്മേ ദക്ഷ ഞാൻ കമ്പെടുത്ത് അടിക്കും നിന്നെ. തന്നെ നീ ഞാൻ ഒന്നും കൂടി ജനിക്കണം. അമ്മാമ്മ ചെരുപ്പ്. ഓ നന്നില്ല. അയ്യോ അമ്മ സൗണ്ട് കേൾക്കണ. കോവിലല്ല 5 കണ്ണൻ ചാക്കും കൊണ്ട് വന്നതാണ് ദക്ഷ. കൊച്ചു പിള്ളേരെ പിടിക്കാൻ. അമ്മ ഞാൻ ഇത് പോലീസ് കംപ്ലൈന്റ് നോക്കിക്കും. ബാഗ് എടുത്തു വന്നിട്ട് ബാഗ് എടുത്തു മോളെ. ചോറും ഒഴിച്ചുകൂട്ടാനും പൊരിച്ചമീനും ഗൈസ്. അവർക്കൊക്കെ വേറെ കറിയാണ്. പക്ഷെ അങ്ങനെയുണ്ട്.
ഇതൊരു മുള്ള മീനാണ് കേട്ടോ ഗൈസ്. ഞാൻ കീഴ് തോരെടുത്തില്ല മാ. തോരെടുത്തു. പ്രോട്ടീൻ കീരത്തോരൻ എടുക്കണ്ട വിചാരിച്ചായിരുന്നു, എടുക്കാല്ലേ. എന്റെ മക്കളെ മുട്ട തിന്നണല്ലേ മാല ഇട്ടേക്കണം. സ്വാമി പോവാൻ മാല ഇട്ടേക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് വരാൻ കഴിച്ചു. ബ്രെഡ് എന്തൊരു ക്രീം വേണം? മറ്റേ മാവ് അച്ഛന് വാങ്ങിച്ചിരുന്ന ക്രീമാ? എന്തായാലും പീനട്ട് ബട്ടറാ. ഇവിടെ വാടാ, ഇവിടെ വാടി. എത്ര ഉറക്കം തെളിഞ്ഞില്ല. നീ ഉറങ്ങിയ ഗൈസ്? ഞാനിപ്പോഴാട്ട ഗൈസ് ഉറങ്ങി എണീറ്റത്. 7 മണി കഴിഞ്ഞു ഗൈസ്. ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.